രണ്ടാമത്തെ ഒരു കാര്യമാണ് അവർക്ക് ജാതിയാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അത് എനിക്ക് അത് കാരണം ഞാനും എസ് സി തന്നെയാണ്. കാരണം അവരുടെ ഫസ്റ്റ് മാരേജിലുള്ള എന്റെ അച്ഛൻ മരിച്ചു പോയ ലാലാജി എന്ന് പറയുന്ന ആള് എവിടത്തെ ലവാടെ നിന്റെ ചൊരിഞ്ഞു കിടക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും ബോറാണ്, അത്രയും അപരാധമാണ് കാണിച്ചു കൂട്ടുന്നത്. സ്വന്തം അപ്പനെ അമ്മയെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഒരു മകൻ, കൂടെ മരുമകൾ. ഇതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇങ്ങനത്തെ ഒരു മകൻ പിറന്നതിൽ ആ അപ്പനും അമ്മയും ഏറ്റവും കൂടുതൽ ദുഃഖിതയായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചായിരിക്കും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ഒരു മക്കൾ സ്വന്തം അമ്മയോട് അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരോട് സ്വന്തം പെങ്ങളോടും ചെയ്യാൻ പാടില്ലാത്ത പച്ച അപരാധമാണ് ഇവിടെ അമലെന്ന് പറയുന്ന ഇവൻ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നാടായ നാടൊക്കെ ഓടി നടന്ന് സ്വന്തം അമ്മയും പെങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്തിൻ്റെ കേടാണ് തിന്നിട്ട് ഏത് എല്ലിൻ്റെ ഇടയിൽ കയറിയെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു മകൻ പിറന്നതിൽ അവർ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ സത്യം പറയാമല്ലോ, ഞാനൊക്കെ ഇവിടെ ജീവിക്കുന്നത് തന്നെ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അപ്പനമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സന്തോഷം കാണാൻ, അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പനും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു പെണ്ണ് ജീവിതത്തിൽ വന്നു കയറിയെന്ന് വെച്ചിട്ട് ഒരിക്കലും പെറ്റ വയറിനെ മറക്കാൻ നിൽക്കരുത്. അങ്ങനെ മറന്ന് എണ്ണ തേക്കുകയാണെങ്കിൽ നീയൊന്നും ഒരു അർത്ഥത്തിൽ ഒരു മകനല്ല. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എത്ര പണം ഉണ്ടാക്കിയാലും സ്വന്തം അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും ഒന്നും വില കൊടുത്തില്ലെങ്കിൽ നീയൊക്കെ ഒരു തരത്തിലും ഒരു മകനുമല്ല, ഒരു സഹോദരനുമല്ല, ഒരു കോപ്പുമല്ല, ഒരു മനുഷ്യനെയല്ല. നീയൊക്കെ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ജീവിച്ച് നടക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ്. എല്ലാത്തിലും നിന്റെ ഹൈലൈറ്റ് സാധനം തന്നെ അമ്മയെ കുറ്റം പറയുക, പെങ്ങളെ കുറ്റം പറയുക. ഈ ഒരു രീതിയാണ് നീ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു മകന് അവരെങ്ങനെ പെറ്റിട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് നിനക്ക് അവർ ചെയ്ത തെറ്റ് ഇതിന് മാത്രം? സ്വന്തം അപ്പനും അമ്മയാവുമ്പോൾ അല്ലെങ്കിൽ സഹോദരങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇണക്കവും പിണക്കവും ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, നമ്മൾ വഴക്ക് പറയും, നമ്മൾ പിണങ്ങിയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മിണ്ടും. പക്ഷെ വർഷങ്ങളായി നീ പിന്തുടർന്ന് നടന്ന് ഓടി നടന്ന് ആ അമ്മയും ആ പെങ്ങളെയൊക്കെ നീ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചാനലിലൂടെ നീ ഇരുന്ന് മോങ്ങി നീ കുറ്റം പറഞ്ഞ് നീ നിന്റെ ഭാര്യയും കൂടി എന്തൊക്കെയാണാ നീ അവിടെ കാണിച്ചു കൂട്ടിയത്? സത്യം പറയാമല്ലോ, നീ എൻ്റെ സഹോദരനോ അല്ലാതെ ആയിരുന്നു നിന്നെ ഞാൻ ഇതിനു മുമ്പേ പിടിച്ച് പിഴിഞ്ഞാൻ. അമ്മാതിരി അപരാധമാണ് നീ കാണിച്ചു കൂട്ടുന്നത്. നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാർ കാരണമാണ് ഓരോ അപ്പനും അമ്മയൊക്കെ വൃദ്ധസാധനത്തിലും അവസാന കാലങ്ങളിൽ അവർക്ക് നേരെ വെള്ളം പോലും കിട്ടാതെ അവരങ്ങ് തീർന്നു പോകുന്നത്. നിന്നെയൊക്കെ പോലുള്ള മക്കളുണ്ടെങ്കിൽ ഉള്ള കാര്യം സീരിയസ്ലി പറയാം. ജാങ്കോ സ്പൈസിലെ ലേറ്റസ്റ്റ് ആയിട്ട് നീ ഒരു ഇന്റർവ്യൂ കൊടുത്ത്, നല്ല ഇന്റർവ്യൂ, സൂപ്പർ ഇന്റർവ്യൂ. അതിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് ഞാൻ സാറ്റിസ്ഫൈ ആയത്. ഇങ്ങനെ ഒരു മകനെ പറ്റതിൽ അവർ നല്ല പോലെ ദുഃഖിക്കുന്നുണ്ടായിരിക്കും. നിനക്കൊരു വിചാരമുണ്ട്, നിന്റെ അമ്മയെ നീ ചെളിവാരി തേച്ച് അല്ലെ കരിവാരി തേച്ചുകൊണ്ട് നിന്റെ പെങ്ങളെയും കുറെ കരിവാരി തേച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയുമ്പോൾ നീ എന്തോ വലിയ സംഭവമാണെന്ന്. നീ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം നാളെ നിന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും ഉദവത്തിലടാ. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിന്റെ അമ്മയുടെ കണ്ണുനീരാണ് നീ ഇന്ന് പിഴിഞ്ഞെടുത്ത് പണം ഉണ്ടാക്കുന്നതും ഫെയിം ഉണ്ടാക്കുന്നത്. ആ പണത്തിനും ഫെയിമിനും നിനക്ക് ഒരു വാല്യൂയില്ല. നിന്റെയൊക്കെ അവസാന കാലം എങ്ങനെ ആയിരിക്കും എന്ന് പോലും എനിക്കറിയത്തില്ല. ഇനിയെങ്കിലും വെച്ച് നിർത്തണേ. സ്വന്തം വീട്ടുകാരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ കിടന്ന് പണം ഉണ്ടാക്കുന്നതിൽ എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെ ഒരു മകൻ എങ്ങനെയാണ് അതിനൊക്കെ സാധിക്കുന്നത്? നമ്മളൊക്കെ വീട്ടിലെ അമ്മയപ്പനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവൂടെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ പിണങ്ങിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മാറും, മിണ്ടും പോകും. പക്ഷേ ഇത് വർഷങ്ങളോളം ഓടി നടന്ന് സ്വന്തം അപ്പനെയും അമ്മയും പെങ്ങളെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് നീ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നിന്നെപ്പോലെ ഒരു മകൻ. നിന്റെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കുക. അവള് ഈ ആത്മഹത്യ ചെയ്തവള് പിന്നെയും ചെയ്യും. പിന്നെ ആ കൂട്ടത്തില് ജാതി അത് പറ്റത്തില്ല, ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ജാതിയാണ് മെയിൻ അസുഖം. രണ്ടാമത്തെ ഒരു കാര്യമാണ് അവർക്ക് ജാതിയാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അത് എനിക്ക് അത് കാരണം ഞാനും എസ് സി തന്നെയാണ്. കാരണം അവരുടെ ഫസ്റ്റ് മാരേജിലുള്ള എന്റെ അച്ഛൻ മരിച്ചു പോയ ലാലാജി എന്ന് പറയുന്ന ആളും എസ് സി തന്നെയാണ്. അപ്പൊ എന്റെ കാസ്റ്റ് എസ് സി ആണ്. എസ് സി ആയിട്ടുള്ള ഞാൻ എസ് സി തന്നെയല്ലേ വിവാഹം ചെയ്യണ്ടേ? അപ്പൊ അല്ല, പക്ഷെ അവര് എന്റെ അമ്മ അപ്പൊ അവിടെ വെച്ച് ഞാൻ തീരുമാനം എടുത്തു. ഞാൻ അന്ന് തന്നെ കല്യാണം കഴിച്ചു. ഞാൻ അന്ന് തന്നെ കെട്ടി. ഞാൻ ഈ അമ്മയെ വിളിച്ചിട്ടുള്ള വാശിക്ക് ഞാൻ കല്യാണം കഴിച്ചു. എനിക്ക് വാശി കൂടുതലുള്ള ആളാണ്. കാരണം ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല. അവർ സംസാരത്തിൽ നിന്ന് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അവർ സംസാരം എന്താണ്, ഇവർക്ക് ജാതി ഇത് പണം ഇല്ല. ഇവർക്ക് അവരുടെ കൺസെപ്റ്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 പവൻ സ്വർണം മേടിച്ചിട്ട് അതായത് തന്നിട്ട് വരുന്ന ഒരാളായിരുന്നു വേണ്ടത്. ശ്രീധരൻ മേടിച്ചു. അപ്പൊ അതിനൊന്നും ഇതെല്ലാം വീട് വെച്ചപ്പോഴും എല്ലാം വല്ല പൈസ കാര്യങ്ങൾ വേണമായിരുന്നു, ഇല്ല. അപ്പൊ പക്ഷെ ഇപ്പൊ അവർക്ക് ഡിമാൻഡ്സ് ആയി.
അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് ഇതായിരുന്നു, ശ്രീധരൻ ഒന്നും എനിക്ക് വേണ്ട, പാവപ്പെട്ട വീട്ടിലെ ഒരു കുഞ്ഞാണ് എനിക്ക് കല്യാണം കഴിക്കണ്ടേ. അപ്പൊ ഇതായിരുന്നു എന്റെ കൺസെപ്റ്റ്. അപ്പൊ ഞാൻ അവിടെ വെച്ച് തീരുമാനം എടുത്തു, ഞാൻ കല്യാണം കഴിക്കാം. അന്ന് വൈകിട്ട് 6 മണിക്ക് ഞാൻ തീരുമാനം എടുത്തു. ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് അവളെ കെട്ടിച്ചേരണം എന്ന് പറഞ്ഞു. അന്നേരം പ്രത്യേക ഒരു ധൈര്യമാണ് ആ ഒരു സമയത്ത്. കാരണം ഞാൻ ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയി, ഇതായി പോയി. കാരണം ഇനി ലൈഫിൽ എനിക്ക് ഇവിടെ വേണം എന്തായാലും കൂടെ. ഇനി നീ വലിയൊരു നന്മവരം തന്നെ. സ്വന്തം അമ്മ പറഞ്ഞത് കേൾക്കാണ്ട് ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി അന്ന് എന്നെ കല്യാണം കഴിച്ച വളരെ നന്മപരമായ ഒരു വ്യക്തിയാണ് അമൽ. സന്തോഷമായ നിനക്ക്. ഇതിന്റെ ഇടയിൽ നിന്നെ പെറ്റ വയറിന് ചെളിവാരി അടിച്ചപ്പം നിനക്ക് നല്ല മനസുഖം കിട്ടിയല്ലേ? എങ്ങനെയാടാ ഇത് സാധിക്കുന്നത്? നാട്ടുകാരെടുത്ത് സ്വന്തം അമ്മ എന്ത് തെറ്റ് ചെയ്താൽ കൂടി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാടാ സാധിക്കുന്നത്? മേ ബി നമ്മുടെ അമ്മമാർ എന്തെങ്കിലും തെറ്റ് നമ്മളോട് ചെയ്ത്, ശരി, പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്ത്, അതും നമ്മൾ പൊറുക്കൂടെ? ഈ ലോകത്ത് ഏത് വ്യക്തി, ഏത് മനുഷ്യൻ നമ്മളോട് എന്ത് തെറ്റ് ചെയ്താലും ചിലപ്പോൾ നമുക്ക് പൊറുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ അമ്മയും അപ്പനും ഒക്കെ നമ്മളോട് തെറ്റ് ചെയ്താൽ കൂടി നമ്മൾ പൊറുക്കും. അല്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഇന്നെപ്പോലെ ഒരു കഴിപ്പണം കെട്ടവനെ പെറ്റിട്ടത് മാത്രമാണ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്. ഈ ജീവിതം, ഒറ്റ ജീവിതം, 10-70 വയസ്സിന് മുന്നേക്ക് പോകും. എന്നാൽ 10-70 കെട്ടക്കെട്ട്. സ്വന്തം അമ്മയോടും അപ്പനോടും പെങ്ങളോടും ഒക്കെ പൊറുത്തില്ലെങ്കിൽ പിന്നെ ആരോട് പൊറുക്കാനാണ് ഈ ജീവിതവും വെച്ചുകൊണ്ട് നടക്കുന്നത്? സ്വന്തം ഭാര്യയെ പുകഴ്ത്തി പറയാണ്, നല്ലതാ, നീ നിന്റെ ഭാര്യ നന്നായിട്ട് നോക്ക്, നല്ലതാ. അതിന് വേണ്ടിയിട്ട് അവളുടെ ചുക്കാനും പിടിച്ചും കൊണ്ട് പെറ്റ വയറിനെ നീ ഈ പറയുന്നില്ലേ, ഇതിന് നീ കണക്കെഴുതി വെക്കേണ്ടി വരും. അവരുടെ ശാപം അവർ ശപിക്കണമെന്നില്ല. അവരുടെ ഓരോ കണ്ണുനീരും നിന്റെ തലയിൽ നിനക്ക് ശാപമായിട്ട് തന്നെയാണ് വീഴുന്നത്. അത് നീ മനസ്സിലാക്കണം. ജനിച്ച് വീണ ഉടനെ നീ അമലായി വളർന്ന് ഇവളെയും കെട്ടിക്കൊണ്ടല്ല നീ ജീവിതം തുടർന്നത്. അല്ലല്ല, നീ ജനിച്ച് അവരുടെ പാലും കുടിച്ച് നീ വളർന്ന് ഇന്ന് ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ മകൻ എന്ന് പറഞ്ഞ് നിന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് നിന്നെ അവർക്ക് ഇഷ്ടമില്ല, വെറുപ്പായിരുന്നെങ്കിൽ അന്നേ ഇറങ്ങി പൊട്ടക്കണറ്റി എടുത്തിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അവർ നിന്നെ വളർത്തി മകനായതുകൊണ്ടാണ്, അവർ പെറ്റ മകനായതുകൊണ്ടാണ്. ആ വളർത്തി ഈ ലെവലിൽ നിന്നെ കൊണ്ടെത്തിച്ചപ്പോൾ നിനക്കിപ്പോൾ അവരെ ചെളിവാരി അടിക്കാനും കരിവാരി അടിക്കാനുമാണ് ഇൻട്രസ്റ്റ്. ഭാര്യയുടെ വാക്ക് കേൾക്കുന്നത് കൊള്ളാം, പക്ഷെ ഭാര്യ പറയുന്ന വാക്കിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നോക്കണം. അല്ലാണ്ട് ഭാര്യയുടെ വാക്കും കേട്ടും കൊണ്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അന്ന് നിങ്ങളുടെ കല്യാണത്തിന് ചിലപ്പോൾ മേ ബി അമ്മ സമ്മതിച്ചു കാണത്തില്ല. അത് അവരുടെ മകൻ്റെ ജീവിതം നന്നാവട്ടെ, അല്ലെങ്കിൽ മകൻ ജീവിതത്തിനെ പറ്റിയിട്ട് അവർക്കുള്ള കൺസേൺ ആണ്. മോൻ്റെ ഭാവിയിൽ ഇവളെ കെട്ടിയിട്ട് എന്തെങ്കിലും ആകുമോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാകുമോ എന്നൊക്കെയുള്ള ചിന്തയാണ്. കാരണം ആ കുട്ടിയെ പറ്റിയിട്ട് നിന്റെ അമ്മയ്ക്ക് അറിയത്തില്ല. മേ ബി അറിയാമെങ്കിൽ കൂടി അവരുടെ മകൻ്റെ ജീവിതം നശിക്കുമോ എന്നുള്ളൊരു വ്യാവലാതിയാണ് അവർ കാണിക്കുന്നത്. അത് എല്ലാ അമ്മമാർക്കും ഉണ്ടേ, എല്ലാ അമ്മമാർക്കും. നീ അതിനെ മുതലാക്കി, എൻ്റെ അമ്മ മോശമാണ്, എൻ്റെ പെങ്ങൾ മോശമാണ്, നമ്മുടെ കുടുംബമേ മോശമാണ്, എൻ്റെ ഭാര്യയും മക്കൾ മാത്രമാണ് സൂപ്പർ. നാളെ നിന്റെ മക്കൾ നിന്നെ ഇതിൻ്റെ അപ്പുറം ചെളിവാരി അടിക്കും. ഒരു അപ്പനെന്ന വാല്യൂ പോലും നിനക്ക് കിട്ടാത്തൊരു കാലം നിനക്കൊരു കർമ്മയാണ്. നീ നോക്കിയിരുന്നോ, ഇത് നീ വേണമെങ്കിൽ ഈ സാധനം ഞാൻ പറഞ്ഞ എടുത്തു വെച്ചോ, നിനക്ക് നാളെ നാശം വരും. ഇതിൻ്റെ അപ്പുറം ഇന്ന് നീ നിന്റെ അമ്മയെ കരിവാരി തേക്കുന്നതും നിന്റെ പെങ്ങളെ കരിവാരി തേക്കുന്നതിൻ്റെ കർമ്മ നിനക്ക് അടിച്ചിരിക്കുന്ന ആളാണ്. എന്ത് തെറ്റ് ചെയ്താലും അവരുടെ അടുത്ത് പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ടൊരു അർത്ഥമില്ല. കേട്ടാ ഉളുപ്പില്ലാത്തവനെ. ഇതിൻ്റെ താഴെ വന്ന കമൻറ്റ് ബോക്സ് ഞാൻ വായിക്കാം. അത് കണ്ടപ്പോഴാണ് എനിക്കും അത്യാവശ്യം ഈ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയത്. 10-20ഓളം ആൾക്കാരാണ് എൻ്റെ അടുത്ത് ബ്രോ ഈ വീഡിയോ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത്. ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ഇപ്പം ആൾക്കാർക്ക് അത്രയ്ക്ക് ഇവനെ 10 പറയുന്നത് കേൾക്കാൻ ഒരു സുഖമാണ്. ഇങ്ങനെ ഒരു മകൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ ഒരു ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും കമൻറ്റ് ബോക്സ് നോക്കാം. ഒരു അപേക്ഷയാണ്, ഇവനെ പോലെയും ഇവളെ പോലെയും ഉള്ള ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ നടത്തി നിങ്ങളായിട്ട് കൂടി സമൂഹത്തിന് വിപത്ത് വരുത്തരുത്. ഇവരുടെ ചാനൽ ബ്ലോക്ക് ചെയ്ത ഒരാളാണ് ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരു ചാനൽ ഇത്തരത്തിൽ നിലവാരം കുറഞ്ഞു പോകരുത്. ഞാൻ ഒരിക്കലും ഈ വീഡിയോ കണ്ടിട്ടില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്തു കമന്റ് നിങ്ങളെ അറിയിക്കാൻ മാത്രം. ബിക്കോസ് ഇവർ വാ തുറക്കുന്നത് അവനെ ഉണ്ടാക്കിയ അമ്മയെ പഴി പറയാനും കൂടെ പിറന്ന അനുജത്തിയെ പിഴച്ചവളെന്ന് മുദ്ര കുത്താനും മാത്രമാണ്. ഞാൻ ചാനലുകാരെ കുറ്റം പറയത്തില്ല കേട്ടോ, അവർക്കറിയത്തില്ലല്ലോ ഇവ ഒരു അപരാധിയാണെന്ന്. ഇങ്ങനെ സ്വന്തം പെറ്റ വയറിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അപരാധിയാണെന്ന് മേ ബി അവർക്ക് അറിയത്തില്ലായിരിക്കും, തെറ്റ് പറ്റിയതായിരിക്കും. ഇനി അവർ ചിലപ്പം ഇവനെ പോലെയുള്ള നാടുകളെ വിളിക്കത്തേയില്ല. പക്ഷേ ഇവിടെ ഈ സ്ത്രീ പറയുന്ന കമന്റ് കണ്ടോ, സ്വന്തം പെങ്ങളെ പിഴച്ചവളെന്ന് പറയുന്നതും സ്വന്തം പെറ്റ വയറിനെ പഴിചാരാനുമാണ് ഇവൻ വാ തുറക്കുന്നത്. ഈ വാ കൊണ്ടല്ലാടാ നീ തിന്നുന്നത്, ഇറങ്ങൂടാ നിനക്ക് സ്വന്തം അമ്മയൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. നീക്കൊരു മകനാടാ, എങ്ങനെയാടാ സാധിക്കണം പെറ്റ വയറിനേക്ക് ഇങ്ങനെ പറയാൻ? നാശം പിടിച്ചവൻ. സ്വന്തം പെങ്ങളെയും അമ്മയും അഭീതം പറഞ്ഞ് ജീവിക്കുന്ന മഹാൻ, അവനും ഇന്റർവ്യൂ. അതും ശരിയാ
ഇവൻ ഇന്റർവ്യൂ എടുത്ത ആ ചാനൽ തന്നെ ഇപ്പൊ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ജാങ്കോ സ്പേസിന് തെറ്റ് പറ്റിയത്. സാധാരണ ഇതുപോലുള്ള അപരാധികളെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യാറില്ല. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റിയതാ. സ്വന്തം മോൾ ആത്മഹത്യാ ശ്രമം നടത്തി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉള്ളതും അന്നേ ദിവസം തന്നെ വൈകുന്നേരം കല്യാണം നടത്തിയതും ഒരമ്മ. രാവിലെ ജോലിക്ക് പോയി ഇവളുടെ അച്ഛനെ വിളിച്ച് അറിയിച്ചില്ല. അച്ഛൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ മകളും മരുമകനും അച്ഛാ എൻ്റെ കല്യാണം കഴിഞ്ഞ് അച്ഛാ നടത്തിക്കൊടുത്തത് സ്വന്തം അമ്മ. അച്ഛനും അമ്മയും ഞാനും ഫ്രണ്ട്സും പോലെ എന്ന് കുറേ തവണ പറയുന്നത് കേട്ട്. എന്തായാലും നല്ല ഫാമിലി, നല്ല അമ്മ. കേരളം ഇത്ര അധപ്പതിക്കരുത്. എന്ത് മെസ്സേജാണ് ആർക്ക് കിട്ടുന്നത്? ആർക്കും തുടങ്ങാവുന്ന ബിസിനസ്. സ്വന്തം വീടിനകത്ത് ക്യാമറ വെച്ച് എല്ലാ കാര്യങ്ങളും പബ്ലിക്കിനെ അറിയിച്ചു പൈസ വാങ്ങുന്നു. കഷ്ടം. പിന്നെ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ കുറെ ഓൺലൈൻ മീഡിയാസ്. പ്രബുദ്ധ മലയാളികൾ എങ്ങോട്ടാ പോകുന്നത്? ഇന്റർവ്യൂ ചെയ്തവരെ തെറ്റു പറയത്തില്ല. അവർക്ക് മേ ബി മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം ഇങ്ങനത്തെ ഒരു അപരാധിയെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്തത്. എടാ അമലെ, നീ ഒന്ന് ആലോചിക്കും. നിന്റെ അമ്മയെ നീ ഇങ്ങനെ ചെളിവാരി തേച്ചിട്ട് സ്വന്തം പെങ്ങളെ അവിഹിത കഥ പോലെയൊക്കെ പറഞ്ഞുണ്ടാക്കി നടന്നിട്ട് നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഈ ലോകത്ത് വേർപിരിയാൻ പറ്റാത്ത ഒരേ ഒരു ബന്ധമേ ഉള്ളൂ. അത് നമ്മുടെ രക്തബന്ധമാണ്. ബാക്കി എല്ലാ ബന്ധങ്ങൾക്കും ബ്രേക്കപ്പും ഡിവോഴ്സും വേർപിരിയലൊക്കെ ഉണ്ട്. രക്തബന്ധങ്ങൾക്ക് ഒരിക്കലും വേർപിരിയലില്ല. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം. സ്വന്തം ഭാര്യയുടെ വാക്ക് കേൾക്കുന്നത് നല്ലതാണ്. പക്ഷെ അവൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അർത്ഥവർത്ഥോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കിടന്ന് തുള്ളാൻ. അല്ലാതെ ഭാര്യ പറയുന്ന എല്ലാം കേട്ട് അതുപോലെ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെ നിക്കറ് കീറി പോകാമല്ലേ. നീ ഇതൊന്നും മനസ്സിലാക്കത്തില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നീ ഇതിനെല്ലാം റിഗ്രറ്റ് ചെയ്യും. ഇതെല്ലാം നീ ഇരുന്ന് ചിന്തിച്ച് നീ മനസ്സിലാക്കുന്ന ഒരു കാലം വരും. അത് വിദൂരമല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇവിടെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ്. ബൈ.